കഴിഞ്ഞ ശനിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ശനിയാഴ്ച റെനുവിന് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവനെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. ആര്യന് ക്ലാസ് ഒന്നും ഇല്ലെങ്കിലും നേരത്തെ എണീച്ചിട്ടുണ്ട് കേട്ടോ. ആര്യന്റെ ഈ സാറ്റർഡേ ഉള്ള സുഖിച്ചിരിക്കല് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ റെനു അവിടെ സാറ്റർഡേ ഉള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് അവനെ ചേർക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയായിരുന്നു. അങ്ങനെ അവന്റെ റിക്വസ്റ്റ് മാനിച്ച് സാറ്റർഡേ അവനെ ബോക്സിങ്ങിന് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളാണ് ശരിക്കും പെട്ടത്. ആര്യനെ 10 മണിക്ക് കൊണ്ടാക്കി 12 മണിക്ക് പിക്ക് ചെയ്യണം. റെനുവിനെ 8:30 കൊണ്ടാക്കിയിട്ട് 3 മണിക്ക് പിക്ക് ചെയ്യണം. 4 വട്ടം പോയി വരണം എന്നർത്ഥം. അങ്ങനെ റെനുവിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ എന്തെങ്കിലും കനത്തിൽ സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോകാന്നുള്ള ഒരു പ്ലാനാണ് കേട്ടോ. അങ്ങനെ സുജി ആര്യനും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തൊക്കെയൊക്കെയോ വാങ്ങാണ്. പൊരിച്ചപത്തിരി, ഉള്ളിവട, സമൂസ, പരിപ്പുവട ഇത്യാദി സാധനങ്ങൾ എല്ലാം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള കറിയും കൂടി വാങ്ങാൻ അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അതും കൂടി കിട്ടി. ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു. ഞങ്ങൾ മാത്രം ഫുഡ് കഴിച്ചാൽ പോരല്ലോ, ടോട്ടോലി അവിടെ വെയിറ്റ് ചെയ്യാണ്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും എഗ്ഗും കൂട്ടി നല്ലൊരു ഷാപ്പാട് അങ്ങോട്ട് റെഡിയാക്കി കൊടുത്തു. വെയിറ്റ് ചെയ്യാണ്ടോ ചേട്ടൻ. അതിനുശേഷം ഞങ്ങളും കഴിച്ചു. നല്ല അടിപൊളി പരിപ്പുവടയായിരുന്നു കേട്ടോ. അങ്ങനെ ഒന്ന് സെറ്റിലായി വന്നപ്പോൾ വീണ്ടും ആരിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സ്കൂളിലേക്ക് പോവാണ്. ഇന്ന് സ്കൂളിൽ ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയൊക്കെ പരിപാടികളുണ്ട്. പാരൻസിന് പങ്കെടുക്കാം. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും പോർച്ചുഗലും ബ്രസീലും ഒക്കെ ആയിട്ടുള്ള ജേഴ്സി ഒക്കെ ഇട്ടിട്ട് പോയിട്ടുള്ളത്. ഒരാളിതാ ബ്രസീലിൻ്റെ പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവനെയും കൂടി ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കുറച്ച് മാറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നേ. പുറത്തൊക്കെ സ്ലിപ്പാവുന്നതിന് ഇടാൻ പറ്റിയ റബ്ബറിൻ്റെ കുറച്ച് നല്ല മാറ്റുകളൊക്കെ നോക്കാനാണ് പോയത്. പിന്നെ കിച്ചണിലേക്കും ഫ്രണ്ടിലോട്ടും ഒക്കെ അങ്ങനെ അവിടെ കാണുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ, ഒന്ന് എന്താണോ വാങ്ങാൻ പോയത് അതങ്ങോട്ട് മറന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനത്തെ കുറച്ച് മാറ്റുകളും വാങ്ങി. ഞാൻ പറഞ്ഞ റബ്ബറിൻ്റെ മാറ്റും വാങ്ങി. എല്ലാം വണ്ടിയിൽ അങ്ങോട്ട് കയറ്റി തരുന്നുണ്ട്. അതൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ആരിനെ പിക്ക് ചെയ്യാനുള്ള ടൈമായി. എന്തായാലും സ്കൂളിൽ പോയി വരാൻ തന്നെ ഇപ്പോൾ നേരമുള്ളൂ. അങ്ങനെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരിനൊക്കെ കണ്ടുപിടിച്ച് പെറുക്കിയെടുത്ത് വണ്ടിയിലേക്ക് ഇട്ട് തിരിച്ച് വീട്ടിലെത്തി. മാറ്റൊക്കെ പുറത്തേക്ക് ഇറക്കുക കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്, റബ്ബർ മാറ്റ് അല്ലേ. കുറച്ച് പണി പെട്ടു. താഴെ ഇറക്കിയൊക്കെ ഒന്ന് ഇടേണ്ടടുത്തൊക്കെ ഒന്ന് ഇട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒന്ന് ഇട്ട് സെറ്റാക്കി വന്നപ്പോഴേക്കും റെനുവിനെ കൂട്ടാനായിട്ടുണ്ട്. ആ ടൈം ആയപ്പോഴേക്കും സുജു ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒറ്റക്കാണ് വന്നിട്ടുള്ളത്. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ സ്കൂൾ പ്രക്രിയൊക്കെ കഴിഞ്ഞു കേട്ടോ. വീട്ടിലെത്തി രാത്രി ആയപ്പോൾ ഞങ്ങൾ ഇന്ന് സാറ്റർഡേ ആണല്ലോ, പുറത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ നല്ലൊരു കുളി അങ്ങോട്ട് പാസ്സാക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ ഞങ്ങളിതൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ശരി, ബായ്.